അയ്യപ്പേട്ട, AKG സെന്ററിൽ 3 മന്ത്രിമാർ പിണറായിക്കെതിരെ ഒരു മീറ്റിംഗ് കൂടി. അവരുടെ വകുപ്പുകളിൽ കൈകടത്തുന്നു, സഹിക്കാൻ വയ്യ, ശല്യമാണ് എന്നുള്ളത് തന്നെയായിരുന്നു പ്രധാന കാരണം. തീർച്ചയായിട്ടും. അപ്പോൾ അതേ മന്ത്രിമാര് ഇപ്പോൾ MA ബേബിയെ, ജനറൽ സെക്രട്ടറിയെ പോയി കാണുന്നു എന്നുള്ള വാർത്തകളുമൊക്കെ വരുന്നു. അല്ല, അവര് ബേബി സഖാവിനെ കാണാൻ, അവരുടെ ബേബി സഖാവിനെ കാണാനാണ് AK സെന്ററിലേക്ക് പോയത്. സഖാവ് ബേബി ഇന്ന് വരും അല്ലെങ്കിൽ വരുന്നു എന്നുള്ള സൂചന അവർക്ക് ഉണ്ടായിരുന്നു. വരുന്ന ദിവസം അവർ പോയിരുന്നു, അതിനുവേണ്ടിയാണ് പോയത്. കണ്ടു എന്നും പറയുന്നുണ്ട്, കത്ത് കൈമാറി എന്നും പറയുന്നുണ്ട്. അതായത് മുഖ്യമന്ത്രിക്കെതിരെയുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വേറെ ചില കരങ്ങൾ ആണ് ഇതിനിടയിൽ കളിക്കുന്നത്. ചക്രം തിരിക്കുന്നത് മറ്റാരോ ആണ്, മറ്റാരും അല്ല, അതെ, പ്രമുഖനായ തിളങ്ങുന്ന മന്നവേന്ദ്ര തിളങ്ങുന്ന ചന്ദ്രനെ പോലെ നിൻമുഖം, അതെ, കഷണ്ടിയൊക്കെയുള്ള തിളങ്ങുന്ന മുഖമുള്ള ആള് കഴിഞ്ഞ ദിവസം ഒരു പാവം ഒരു ദളിത് സ്ത്രീയോട് വളരെ മാന്യമായി പെരുമാറിയ ആള് പരാതി വാങ്ങി ഞാൻ പരിശോധിച്ചു, ചവിട്ടുകൂട്ടിയിട്ടു. അപ്പോ അത്തരത്തിൽ പരാതി പോയിരിക്കുന്നത് P ശശിക്കെതിരെയാണ്. P ശശിയെ ജനറൽ സെക്രട്ടറി വിളിച്ചിട്ടുണ്ട് എന്നൊരു വർത്തമാനവും വരുന്നുണ്ട്. പക്ഷേ P ശശിയെ ജനറൽ സെക്രട്ടറി വിളിച്ചിട്ട് എന്ത് കാര്യം? P ശശിയോട് ചോദ്യങ്ങൾ ചോദിക്കാം, അതായത് ചോദ്യം ചോദിക്കുക, ഉത്തരവും കിട്ടും. അല്ല, ഇതിനകത്തെ പാർട്ടിയാണ് ഈ മുഖ്യമന്ത്രി ആയാലും മന്ത്രി ആയാലും പാർട്ടി, CPM എന്ന് പറയുന്ന പാർട്ടിയാണ് ഇവരെ ഈ മന്ത്രിസ്ഥാനങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത്. ചേട്ടാ, അതൊക്കെ ഓക്കെ, ഞാൻ അംഗീകരിക്കുന്നു. അത് പിണറായിക്ക് മുമ്പ് വരെ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ഒരിക്കലുമല്ല. കാര്യം എന്ന് വെച്ചാൽ പിണറായി ഇപ്പൊ അനഭവിതനായി തുടങ്ങി, അത് ഇഷ്ടപ്പെടാത്തവനായി തുടങ്ങി എന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളായി. അതുകൊണ്ടാണ് അദ്ദേഹം എന്നിട്ടും സംഭവിക്കുന്നതെല്ലാം പിണറായിക്ക് അനുകൂലം. അത് എന്തുകൊണ്ടെന്നറിയോ? പ്രീതി തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, പിണറായി എന്ന ഒരു നാമത്തിലേക്ക് CPM ഒതുങ്ങി ഇപ്പൊ അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്ത് പറഞ്ഞാലും അവസാന വാക്ക് പിണറായി. അങ്ങനെയാണ് ഇപ്പോൾ പോകുന്നത്. അതുകൊണ്ടാണ് പിണറായി എന്ന് പറഞ്ഞ സംഭവത്തിലേക്ക് പോകുന്നത്. ഞാൻ പറയട്ടെ, പിണറായിയുടെ സ്ഥാനത്ത് ഒരു പുതിയ പേര് വന്ന് നോക്കട്ടെ. പഞ്ചില്ലാത്തൊരു സെക്രട്ടറി ഉള്ളത് പാർട്ടി CPMന്റെ ഒരു ഏറ്റവും വലിയ ഭാഗ്യക്കേട്. പഞ്ചുള്ള ഒരു സെക്രട്ടറിയാണ് ഈ പറയുന്നത്. MA ബേബിയുടെ അടുത്ത് ഈ 3 മന്ത്രിമാരുടെ പരാതി പോയതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. പറയുന്നത് MA ബേബിക്ക് പരാതി പോയിട്ടുണ്ട്. MA ബേബി ശശിയെ വിളിപ്പിക്കും, ചോദ്യങ്ങൾ ചോദിക്കും. ശശിയോട് പാർലമെന്ററി തലത്തിൽ പാർട്ടി ഏൽപ്പിച്ച കാര്യങ്ങൾ നിർവഹിക്കുന്ന എന്ത് പിഴവാണ് സഖാവ് ശശി കാട്ടുന്നത് എന്ന് ബേബി ചോദിക്കുക തന്നെ ചെയ്യും. കാര്യം അവർക്കിപ്പോൾ പഴയതുപോലെയല്ല. ഇപ്പൊ നമ്മുടെ കേരളത്തിലെ സഖാക്കൾ, ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള മന്ത്രിമാര് സഖാക്കൾ തന്നെ വരും, CPMൽ സഖാക്കളാണ്. ഈ സഖാക്കൾക്ക് ഇപ്പോൾ പിണറായി വിജയൻ അല്ലാതെ മറ്റൊരു ശക്തി എന്ന് പറയുന്നത് ബേബിയാണ്. ഒരു മലയാളിയായ ജനറൽ സെക്രട്ടറി എന്ന് പറയുമ്പോൾ ഒരു കാര്യങ്ങൾ പറയുന്നതിൽ യാതൊരു കുഴപ്പവും കാണില്ല. മറ്റൊരു ഡൽഹി ഇരുന്നുകൊണ്ട് വേറൊരു സംസ്ഥാനക്കാരൻ ജനറൽ സെക്രട്ടറി ആണെങ്കിൽ ഡൽഹി ഇരുന്ന് ഇത് ഓപ്പറേറ്റ് ചെയ്യുള്ളൂ. അതായത് സംസാരിക്കാൻ വേറെ ഭാഷയും കൂടി അറിയാത്തതിന്റെ ഒരു പ്രശ്നം അല്ല, അവർക്ക് എഡ്യൂക്കേറ്റഡ് തന്നെ, അവർ 3 പേര് എഡ്യൂക്കേറ്റഡാ. എന്ന് പറയുന്നതിലും ഒരിക്കലും അങ്ങനെ പറയരുത്. P രാജീവ് ലോകസഭയിൽ ഇരുന്ന ആളാണ്, ബാലഗോപാൽ രാജ്യസഭയിൽ ഇരുന്ന ആളാണ്, MP രാജേഷ് ലോകസഭയിൽ ഇരുന്ന ആളാണ്. അതുകൊണ്ട് അവർക്ക് ഭാഷാജ്ഞാനത്തിൻ്റെ അല്ല ഞാൻ പറയുന്നത്. മലയാളിയായ ഒരു സഖാവിനോട് ഫ്രണ്ട്ലി ടോക്കും അല്ലാതെ ഉള്ള സഖാവ് എന്ന വാക്കിന്റെ അർത്ഥം കൂട്ടുകാരനെന്നാണ്. അപ്പോൾ അത്തരത്തിൽ അവർക്ക് പറയാൻ പറ്റും. അപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് P ശശിയെ വിളിക്കും, P ശശിയെ വിളിച്ചിട്ട് കാര്യങ്ങൾ ചോദിക്കും. ഇപ്പോൾ രണ്ടാമത് ഇതിനകത്ത് ഒരു സ്കൂപ്പ് കിടക്കുന്നതെന്ന് പറഞ്ഞാൽ P ശശിയുടെ CCയിലേക്കുള്ള വാതിലാണായി. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ദളിത് യുവതി കത്തുമായി ചെല്ലുമ്പോൾ P ശശി കത്ത് വാങ്ങി നോക്കി ചവിട്ടുകുട്ടയിലേക്ക് ഇട്ടു എന്നൊരു വർത്തമാനം കേട്ടല്ലോ. അപ്പോൾ ഇപ്പോൾ നിലവിൽ മധുര പാർട്ടി കോൺഗ്രസ്സിലെ CC അംഗമായിട്ട് P ജയരാജനെ കൊണ്ടുവന്നില്ല. കണ്ണൂരിൽ നിന്ന് ഒരാൾക്ക് കൂടെ കൊടുക്കാനുള്ള ഒരു ചാൻസ് ഉണ്ടായിരുന്നു. അതിനെ അടയ്ക്കാനായിട്ടാണ് ശ്രീമതി ടീച്ചറെ CCയിലേക്ക് കൊണ്ടുവന്നത്. അവർ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതാവ് എന്ന രീതിയിലാണ് അവരെ സെൻട്രൽ കമ്മിറ്റിയിലേക്ക് കൊണ്ടുവന്നത്. ഈ പാർട്ടിയുടെ ഭരണചക്രം എന്ന് പറയുന്നത് സെൻട്രൽ കമ്മിറ്റിയാണ്. പിന്നീട് ബാക്കി ഫില്ല് ചെയ്തതൊക്കെ ഈ ബ്രിട്ടാസിനെയൊക്കെ ക്ഷണിതാവാക്കി, വീണ ജോർജിനെ സംസ്ഥാന കമ്മിറ്റിയിലെ ക്ഷണിതാവാക്കി. ഞാൻ CCയിലെ കാര്യമാണ് പറഞ്ഞത്. ഏതെങ്കിലും P ജയരാജനെ വെട്ടി ശശിയെ കൊണ്ടുവരാൻ പിണറായി ഒരു ശ്രമം നടത്തിയതായ ഒരു വാർത്തയുണ്ടായിരുന്നു CCയിൽ. എന്തായാലും ശശിയുടെ ആ എൻട്രൻസിന് മിക്കവാറും അങ്ങനെ എന്തെങ്കിലും ഇനി ഒരു സ്കോപ്പ് കൂടെ AK സെൻട്രൽ ഇനി സ്പെഷ്യൽ ആയിട്ട് മീറ്റിംഗ് സെൻട്രൽ കമ്മിറ്റി എയിലേക്ക് ആളെ എടുക്കാൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ്, കേരള അവൈലബിൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിളിച്ചിട്ട് പതുക്കെ ശശിയെ കയറാനുള്ള ശ്രമം അദ്ദേഹത്തിന്റെ ഈ ബുദ്ധിയില്ലേ, ഇപ്പൊ പ്രദീപിനെ കൊണ്ടുവന്ന ആ സൈലന്റ് ബുദ്ധിയില്ലേ, സീക്രസിയില്ലേ, അതുപോലൊരു നീക്കം ഉണ്ടായിരുന്നെങ്കിൽ ശ്രീമതിയുടെ ഇന്നലത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് അതിന് തടയാം, തീർച്ചയായിട്ടും തടയാവും. അപ്പോൾ അതിനൊരു തടകൂടെ ആ ശശിക്ക് അങ്ങനെ ഒരു തടയായി. പിന്നെ ഈ പറയുന്ന കാരണം ഈ 3 മന്ത്രിമാരും എന്ത് പരാതിയാണ് കൊടുക്കുന്നത് നമ്മൾ മറ്റൊരു വീഡിയോയിൽ സംസാരിച്ചുകൊണ്ടാണ് അതിലേക്ക് ദീർഘമായി നമ്മൾ പോകാത്തത്. 3 പേരും ഫിനാൻസ് മന്ത്രിയും വ്യവസായ ഇൻഡസ്ട്രീസ് മന്ത്രിയും എക്സൈസ് മന്ത്രിയുമാണ് പരാതി കൊടുത്തത്. ഇതിൽ MP രാജേഷിന് ഭയങ്കരമായ കുണ്ഠിതമുണ്ട്. MP രാജേഷ് CCയിലേക്ക് വരാൻ യോഗ്യതയുള്ള ആളാണ്. MP രാജേഷ് പാർട്ടിയുടെ ബുദ്ധി കേന്ദ്രമാണ്.
പാലക്കാടത്തെ മുഖമാണ്. ഇനി അടുത്ത തവണ ജയിക്കുമോ എന്ന് തന്നെ കണ്ടറിയാം. കാര്യം അടുത്ത തവണ എല്ലാവരുടെയും കാര്യം എങ്ങനെയൊക്കെയാന്ന് കണ്ടറിയാം. ഇല്ല, പാലക്കാട് ജയിക്കാനുള്ള സാധ്യത. കാര്യം ഓരോ ജില്ലയിലും ഓരോ നേതാക്കന്മാരല്ലോ. പാലക്കാടിൽ വിമത ശബ്ദം പാലക്കാട് ഭയങ്കരമായിട്ടുണ്ട്. തൂങ്ങാമ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് പാർട്ടിക്ക് പിന്നെ വിമതമായിട്ട് ആൾക്കാരായി കഴിഞ്ഞു. വേറെ CPM-ന്റെ ചരിത്രത്തിലില്ലാത്ത സംഗതിയാണ്. അപ്പോൾ അത്തരത്തിൽ പിന്നെ ബാലനൊക്കെ പോയി, പാലക്കാടുകാരനായ ബാലന് KK ബാലനൊക്കെ വീട്ടിൽ പോയി. ബാലൻ്റെ അമ്മ പറഞ്ഞു, മക്കളെ നീ വല്ലപ്പോഴും പാർട്ടിയെ ഓർക്കാനായി നീ വല്ലപ്പോഴും ഒന്ന് പാർട്ടി ഓഫീസിൽ പോകണം എന്നൊക്കെ പറഞ്ഞ് കമൻ്റൊക്കെ ഉണ്ടായിരുന്നു. ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ. MA ബേബി 3 മന്ത്രിമാരെയും വിളിച്ചു. ഇപ്പോൾ ഇതിൽ അവസാന വാക്ക് ബേബിയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുന്ന തരത്തിലേക്ക് പോവുകയാണ്. ബേബി കളി തുടങ്ങാനുള്ള സാധ്യതകൾ തെളിയുന്നു. ഈ മന്ത്രിസഭയുടെ അവസാന കാലത്ത് ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ P ശശിക്കെതിരെ പറയുമ്പോൾ നാളിതുവരെ ഈ സഖാക്കളൊക്കെ പറഞ്ഞത് സത്യമായിക്കൊണ്ട് തന്നെ വരികയാണ്. പാർട്ടിയുടെ ഭരണത്തലപ്പത്ത് ശശി വന്ന ശേഷം വല്ലാത്ത ക്യാൻസർ ബാധിച്ചിട്ടുണ്ട്. പിണറായി വിജയൻ പല കാര്യങ്ങളും ശ്രദ്ധിക്കുന്നില്ല. ഇപ്പോൾ IPS തലത്തിൽ പോലീസുകാരെ സ്ഥലം മാറ്റി. പിണറായിക്കെതിരെ സംസാരിക്കാനായിട്ട് എങ്ങനെ ബേബിക്ക് പറ്റും? സംഘടനാ തലത്തിൽ പറ്റും. പിണറായി വിജയൻ ഒരു മുഖ്യമന്ത്രി മാത്രമാണ്. അദ്ദേഹം സംസ്ഥാന ചേട്ടാ, താത്വികമായിട്ട് നമുക്കിതൊക്കെ പറയാൻ പറ്റും. പക്ഷേ പിണറായിയുടെ ഒരു ഹൈറാർക്കി ലെവലുണ്ട്. അത് എല്ലാ തരത്തിലും പാർട്ടിയുടെ മാത്രമല്ല. ഇപ്പൊ ജനറൽ സെക്രട്ടറി ആണ് ബേബി, പക്ഷെ പിണറായിയുടെ അടുത്ത് നിന്നാണ് ബാക്കി കാര്യങ്ങളെല്ലാം നീങ്ങുന്നത്. ആ ഒരു തലത്തിൽ എങ്ങനെയാണ് പോവുക? അത് സംഘടനാ തലത്തിലുള്ള ഒരു അറിവ്, ഒരു ചെറിയ സംശയമാണെന്ന് ഞാൻ സംശയിക്കുന്നു. അതായത് പാർട്ടിയുടെ അവസാന വാക്ക് ഇപ്പോൾ CPM-ൽ ഉള്ളത് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയാണ്. അത് നേരത്തെ പ്രകാശ് കാരാട്ട് ആയിരുന്നപ്പോഴും സീതാറാം യെച്ചൂരി ആയിരുന്നപ്പോഴും പാർട്ടിക്ക് ഒരു സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ പാർട്ടി കൂട്ടമായിട്ട് ചേർന്നെടുക്കുക. പാർട്ടിക്ക് ജനറൽ സെക്രട്ടറി ആയിട്ട് കാരാട്ടുണ്ടായിരുന്ന സമയത്ത് എന്ന് പറയുന്നത് പിണറായിയുടെ നിർദ്ദേശങ്ങളാണ് പലപ്പോഴും വന്നിട്ടുള്ളത്. അത് പിണറായിയുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കുന്ന ഒരു ജനറൽ സെക്രട്ടറി ബേബി അനുസരിക്കില്ല എന്ന് ഞാൻ പറയട്ടെ. ബേബിയെ സംബന്ധിച്ച് ബേബിക്ക് പ്രകടനപരതയുടെ ആവശ്യമില്ല. ബേബി പ്രകടനപരതയൊന്നും കാണിക്കില്ല. ബേബി ഇപ്പോൾ തന്നെ T. പത്മനാഭൻ്റെ വീട്ടിൽ പോയി പിന്നെ പ്രഥമൻ കുടിച്ചിട്ട്, ചക്കപ്രഥമൻ കഴിച്ചിട്ട് വേല ചേച്ചിക്ക്, ജോലിക്കാരി ചേച്ചിയുടെ അടുത്ത് കൊള്ളാം നിങ്ങളുടെ പ്രഥമൻ എന്ന് പറയുന്ന ഒരു സ്വാഭാവികതയൊക്കെ ബേബിയുടെ കയ്യിലുണ്ട്. ബേബി പ്രകടനപരതയുടെ ആളല്ല. അതൊന്ന്. 2, ബേബിയുടെ പരാതി പോകുമ്പോൾ ബേബി ഒരു ലൂപ്പ് ഹോൾ കാത്തിരിക്കുകയാണ് പിണറായി വിജയന്റെ സംഘങ്ങൾക്കെതിരെ വെട്ടാനായിട്ട്. ബേബി പഴയ VS പക്ഷക്കാരനാണ്. VS-നൊപ്പം നിന്ന് കളിച്ച ആളാണ്. പിന്നീടാണ് നമ്മളെല്ലാവരും നിലനിൽപ്പിനാണല്ലോ കളമാറ്റി ചവിട്ടുന്നത്. അങ്ങനെ കളമാറ്റി ചവിട്ടി, അങ്ങനെയാണ് ലോകം. അങ്ങനെ കളമാറ്റി ചവിട്ടിയാണ് ബേബി ഈ പറയുന്ന പിണറായി പക്ഷക്കാരനായത്. അപ്പോൾ ബേബിയുടെ അടുക്ക പരാതി ചെല്ലുമ്പോൾ ഈ പരാതിക്ക് അർത്ഥമുണ്ട് എന്ന് ഈ 3 മന്ത്രിമാരും കരുതുന്നു. മന്ത്രിസഭയുടെ കാലാവധി തീരുമ്പോൾ ഇത്തരത്തിൽ ഒരു നീക്കം പിണറായി വിജയന്റെ അടി തന്നെയാണ്. പിന്നെ പ്രജിത പറഞ്ഞ കാര്യം, സംഘടനാ തലത്തിൽ എന്ത് വന്നാലും പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിക്ക് അപ്പുറം പോകില്ല സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി. പിണറായി വയസ്സളവിന്മേൽ പാർട്ടി കൊടുത്തിരിക്കുന്ന ആനുകൂല്യത്തിന്റെ പുറത്ത് ഇരിക്കുന്ന വെറും ക്ഷണിതാവാണ് PV-യിൽ ക്ഷണിതാവാണ്. PV-യിൽ ക്ഷണിതാവ് അല്ലെങ്കിൽ PV-യിൽ പാർട്ടി കൊടുത്തിരിക്കുന്ന ഇളവ്. പാർട്ടി എന്തിനാ അങ്ങനെ ഒരു ഇളവ് കൊടുക്കണം? അത് മുഖ്യമന്ത്രിയാണ്. ഇപ്പൊ CPM എന്ന് പറയുന്ന പാർട്ടിക്ക് ആകെ 100-ൽ 1 മാർക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഊർജ്ജശ്വാസം, ജീവശ്വാസം എവിടുന്നാ? കേരളത്തിൽ നിന്നാണ്. കേരളത്തിൽ നിന്നേ ഉള്ളൊരു മുഖ്യമന്ത്രി. കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. കേരളത്തിലാണ് സംസ്ഥാനം ഭരിക്കുന്നത്. ആ ഒരു കാര്യം വെച്ച് പിണറായി എന്താ പറയാ, ബാർഗെയിൻ ചെയ്ത് നേടിയതല്ലേ? അത് ഭാഗ്യമൊന്നുമല്ല. നിങ്ങൾ ബാർഗെയിൻ ഒന്നുമല്ല. അത് അർഹതപ്പെട്ടതാണ് പിണറായിക്ക് പാർട്ടി ബൈലയിൽ അതുണ്ട്. ഇപ്പോൾ ശ്രീമതി ടീച്ചർക്ക് കിട്ടിയതുപോലെ പാർട്ടി ബൈലയിലുണ്ട്. പാർട്ടി ബൈലയിൽ അത് പറയുന്നുണ്ട്. പാർട്ടി ബൈലയിൽ ഇങ്ങനെ ഭരണമുള്ള സംസ്ഥാനത്തെ നേതാവെന്ന രീതിയിൽ പിണറായിക്ക് ആകാം, PV-യിലാകാം. അങ്ങനെ ഒരു പാർട്ടി ബൈലയിൽ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ആയിരിക്കുന്നത്, അല്ലാതെ വേറൊന്നുമല്ല. ഇപ്പം അല്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിനും ഈ വയസ്സുള്ളത് ബാധകമായിരുന്നു. ആരെല്ലാം മാറിപ്പോയി. പാർട്ടിയാണ്, പ്രസ്ഥാനമാണ് വലുതെന്ന് അവർക്ക് ഈ പറയുന്ന ഇവർ ഘോരഘോരം പറയുന്നവർക്കൊക്കെ അറിയാമല്ലോ. പിന്നെന്താ? അപ്പോൾ അതുകൊണ്ട് ഇതിൽ നമുക്ക് ഇതിൻ്റെ ഒരു ചുരുക്കെഴുത്തെന്ന് പറയുന്നത്, നാളിതുവരെ ഇല്ലാത്ത രീതി CPM-ൽ ഉണ്ടായിരിക്കുന്നു. മന്ത്രിസഭയ്ക്കകത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ അമിതമായ കൈകടത്തൽ തലവേദനയായി സ്വന്തം പാർട്ടിയിലെ സ്വന്തം മന്ത്രിമാർ. ബാലഗോപാൽ എന്ന ധനകാര്യമന്ത്രി എന്തുകൊണ്ട് പരാജയമായെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഇതൊക്കെയാണ് കാരണമെന്ന് ഇനി പറഞ്ഞു വയ്ക്കാൻ പറ്റും. അപ്പം ഉദ്യോഗസ്ഥ തലത്തിൽ ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കുന്നതിൽ ഈ മന്ത്രിസഭ പരാജയമാണ് എന്നുള്ള ഒരു ബാഡ് മാർക്ക്, ആ ഒരു കുറവ് കൂടെ ഇവർ കേൾക്കേണ്ടി വരും. ഉദ്യോഗസ്ഥ തലത്തിൽ പരാജയമാണ്. ആ പരാജയത്തെ മറികടക്കാൻ പോളിറ്റ് ബ്യൂറോ ജനറൽ സെക്രട്ടറി, പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അല്ലെങ്കിൽ CPM-ന്റെ ജനറൽ സെക്രട്ടറി കത്ത് കൊടുത്താൽ അതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്നാണ് പൊതുസമൂഹം ചോദിക്കുന്നത്. നിങ്ങൾ ഇരിക്കേണ്ടിരുന്നാൽ ഇരിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്താൽ അവരെയൊക്കെ നിലക്ക് നിർത്തിക്കൂടെ? അതിന് പരാതി പോകേണ്ട കാര്യം എന്താ?